സാറേ, ഈ ഫയല നമ്മൾ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. സാറേ പോലീസ് വന്നിരിക്കണ്. നമസ്കാരം. വരണം സാർ, ഇരിക്കും. കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. സ്വാതി, അതല്ലേ കാണാതായ പെൺകുട്ടിയുടെ പേര്? അതെ, ഇവന്റെ ഭാര്യയാ. ഇയാൾ അഭിനയിക്കുന്ന ആളല്ലേ? അതെ. എപ്പോഴാ സ്വാതിയെ കാണാതായത്? ആ സമയത്ത് ഞാനും ഗിരി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എപ്പോഴാ കാണാതായത്? ഒരു 10-10:30 കാണും. എങ്ങോട്ടാ പോകുന്നു പറയാതെ പെട്ടെന്നങ്ങ് മിസ്സാവുമായിരുന്നല്ലേ? അതെ. നിങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഓവ്. പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ വന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇയാളുടെ കൈക്ക് എന്താ പറ്റിയത്? ബാത്റൂമിൽ വീണതാ. ഇങ്ങോട്ട് വന്നേ. ജോലിക്കാരിയല്ലേ? ഓ. സ്വാതിയെ കാണാതായ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാറേ. ഇവിടെ തന്നെ പറയുമ്പോ അവിടെ അടുക്കളയില്ലേ? മിസ്സിസ് മഹേശ്വരനോ? അതാരി? ഞാൻ എന്റെ മുറിയിലായിരുന്നു. നിങ്ങളോ? ഞാൻ കിടക്കുകയായിരുന്നു. മഹേശ്വരനും ഗിരിയും പുറത്തായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ ഹോട്ടലിലായിരുന്നു. അവിടെ ബോർഡ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. എന്താ പേര്? ഗൗരി. നിങ്ങൾ ആ സമയത്ത് എവിടെയായിരുന്നു? പുറത്തായിരുന്നു. പുറത്തെവിടെ? മാളില്. ഏത് മോളില്? സെൻട്രൽ മാൾ. കാണാതായ സ്വാതിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്ത് സംഭവിച്ചു കാണുമെന്നോ നിങ്ങളുടെ വിചാരം? അറിയില്ല സർ, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നലൊന്നുമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഏതായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. വിവരം വല്ലതും കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. സെൻട്രൽ മോളിലേക്ക് പോകുമ്പോൾ കൂടെ സ്വാതി ഉണ്ടായിരുന്നു? ഇല്ല. ഈ പോലീസിനൊന്നും വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പാർട്ടീസാ. വെറുതെ മനുഷ്യന് മനസ്സമാധാനം കളയാൻ. എന്തായി? ഒരു വിവരവുമില്ല. ഇത്രയും നേരമായിട്ടും അവൾ എവിടെ പോയെന്ന് കണ്ടുപിടിക്കാൻ വീട്ടുകാർക്കും കഴിഞ്ഞിട്ടില്ല, പോലീസിനും കഴിഞ്ഞിട്ടില്ല. അവക്കിത് എന്ത് പറ്റിയതായിരിക്കും? അത് അവളെ കിട്ടിയാലേ അറിയാൻ പറ്റൂ. എന്റെ ബലമായ സംശയം അവക്കെന്തോ കാര്യമായിട്ടുള്ള അപകടം പറ്റി കാണുമെന്നാ. സാധ്യതയുണ്ട്. ഒന്നാമത് രാവിലെ അവളെ കാണാതായത്. വൈകുന്നേരമായിട്ടും അവളിതെവിടെ പോയി? ഇനി പോയാൽ തന്നെ ആരുടെ കൂടെ പോയി? ആണുങ്ങളാണെങ്കിലും 3-4 ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്തൊക്കെ അവക്കുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കരുതിക്കുട്ടി അവളെ ആരോ എന്തോ ചെയ്തതാ. ആര്? അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. അവക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവനായിരിക്കും, ആ നീല്. നീ എന്തായി പറയുന്നേ? അവര് നല്ല സ്നേഹത്തിലല്ലേ കഴിഞ്ഞിരുന്നേ? സ്നേഹം? അച്ഛൻ എന്തറിഞ്ഞിട്ടാ ചെയ് പറയുന്നത്? സ്നേഹം എന്നൊക്കെ നമുക്ക് തോന്നിയതല്ലേ? നമ്മുടെ മുന്നിൽ അവര് കളിച്ചൊരു നാടകമായിരുന്നു എല്ലാം. രാഹുൽ, ഞാൻ നുണ പറഞ്ഞതല്ലച്ചാ. രണ്ടാളും എന്റെ മുന്നിൽ സമ്മതിച്ചതോ. അപ്പോ നീൽ അവളെ എന്തെങ്കിലും ചെയ്തു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, ഒന്നുകിൽ നീല് അല്ലെങ്കിൽ വേദ, അതുമല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന്. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിക്കട്ടെ, എന്നിട്ട് അവര് പറയട്ടെ സ്വാതിക്ക് എന്താ പറ്റിയെന്ന്. പോലീസ് അവരുടെ വീട്ടിൽ ചെന്നിരുന്നു. എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ സംശയിക്കത്തക്കത ഒന്നുമില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നടനും നടന്ന വീട്ടുകാരും ഇല്ലേച്ചാ. അഭിനയിച്ച് ഫലിപ്പിക്കാനാണോ പാട്? പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയും വേണ്ട. എല്ലാം നന്നായല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയാലോ?
നിനക്ക് വിഷമമുണ്ടോ സ്വാതിയെ കാണാൻ പറ്റത്തേല്? എടാ നീ എന്തിനാ വിഷമിക്കുന്നേ? സ്വാതി ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണെന്നായിരുന്നില്ലേ നിന്റെ ആഗ്രഹം? അതങ്ങ് നടന്നു വിചാരിച്ച പോരെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആളെ കാണാനില്ല, എവിടെയാണെന്ന് ആർക്കും അറിയത്തുമില്ല. പിന്നെ നാരായൺജിയുടെ പ്രവചനം നീ അങ്ങ് മറന്നുപോയോ? 1 വർഷത്തിനുള്ളില് സ്വാതി മരിക്കുന്നായിരുന്നു അത്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? സംഭവിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? വല്ല അപകടം വല്ലതും പറ്റിയെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ വിവരം ഇവിടെ അറിയേണ്ടതല്ലേ? എങ്ങനെ അറിയാനാ? തിരിച്ചറിയാൻ പറ്റാത്ത എത്രയോ മൃതദേഹങ്ങള് ഓരോ ദിവസം ഗവൺമെന്റ് ആശുപത്രി വരുന്നുണ്ട്. അതുപോലെ ഒന്നും അല്ല സ്വാതി, അവളെ അത്യാവശ്യം ആൾക്കാർ തിരിച്ചറിയും. ഓ, സോഷ്യൽ മീഡിയയിലെ താരമാണല്ലോ സ്വാതി, ഞാൻ അത് ഓർത്തില്ല. ശരി, എന്നാ അത് വിടാം. പച്ചില പറിക്കാൻ വേണ്ടി കാട് കയറുന്നതിനിടയില് പാമ്പ് കൊത്തിന്ന് വിചാരിക്കാം, എന്നിട്ട് വിഷം തീണ്ടി മരിച്ചു. അങ്ങനെ സംഭവിക്കാലോ. നീ അങ്ങനൊന്നും പറയില്ലേ ഗൗരി. ഹലോ, എന്തു പറ്റിയപ്പോ ഒരു സോഫ്റ്റ് കോർണർ? മരിക്കാൻ കൊണ്ടുവന്ന ബലിമൃഗമാണ് സ്വാതിന്ന് മറക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ ശവം ഈ വീട്ടുമുറ്റത്തേക്ക് എടുക്കേണ്ടി വരും. അത് അപ്പോഴല്ലേ? എന്നായാലും എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങള് കുറച്ച് നേരത്തെ നടക്കുന്നേ നല്ലത്. ഒന്നുമില്ലേലും നിനക്ക് അത്ര വേഗം ഫ്രീ ആവാമല്ലോ. ഒരു കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിന്റെ ഉള്ളില് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ വേദനിക്കുന്നേ. ഞാൻ വേദനിക്കുന്നൊന്നുമില്ല. നോണ പറയണ്ട, ഈ മുഖം കണ്ടാൽ എനിക്കറിയാം. അവള് തിരിച്ചു വരൂന്ന് വിശ്വസിക്കാനുള്ള അവകാശം നിനക്കടക്കം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വരില്ല എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഈ കാണാതാകലേ അങ്ങനെ വെറും കാണാതാകല അല്ല. എന്ന് നിനക്കെങ്ങനെ അറിയാം? ഇല്യൂഷൻ, തോന്നൽ. ഞാൻ കരുതുന്നില്ല അവളിനി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന്. അഥവാ വന്നാലും ഒരു മൃതശരീരത്തിന്റെ രൂപത്തിലായിരിക്കും ഇങ്ങോട്ട് എടുക്കുന്നത്. നാരായൺജിയുടെ പ്രവചനം സത്യമായിരുന്നു മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തല്ല, കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്താ സന്തോഷിക്കേണ്ടത്. പോകുന്നത് സ്വാതിയാണെങ്കിൽ വരാൻ പോകുന്നത് നിന്റെ പെണ്ണ് വേദയാ. അത് നീ മറക്കണ്ട. എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി, കൊറേ നേരമായി വേദ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? എന്താന്നൊന്നും പറഞ്ഞില്ല, എന്തോ സഹായം ചോദിക്കാനാണെന്നാ പറഞ്ഞേ. നടത്തി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്ക്. പിന്നെന്താ, അവളെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ എളുപ്പം നടത്തിത്തരാൻ പറ്റുന്ന സഹായം അല്ല ഞാൻ ചോദിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല.
അച്ഛന് പോലീസിലെ നല്ല ബന്ധമല്ലേ? ആ, കുഴപ്പമില്ല. അച്ഛൻ വിചാരിച്ച തെറ്റ് ചെയ്തൊരാളെ രക്ഷിക്കാൻ പറ്റില്ലേ? അത് തെറ്റിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഒരാള് വേറൊരാളെ കൊന്നു വിചാരിക്കാം. അങ്ങനെ ഒരാളെ അച്ഛൻ വിചാരിച്ച രക്ഷിക്കാൻ പറ്റുമോ? കൊലപാതകോ? തെളിച്ചു പറയടി. സ്വാതിയെ കാണാനില്ലെന്ന് അറിഞ്ഞു കാണുമല്ലോ. അവളിനി തിരിച്ചു വരാൻ പോകുന്നില്ല. അവള് മരിച്ചു. വേദേ, അലറണ്ട. അതൊരു വെറും മരണമല്ല, കൊലപാതകോ. പക്ഷേ ആര് വിചാരിച്ചാലും അത്ര എളുപ്പമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാ പോലീസ് മനസ്സുവെച്ചാ അത് നടക്കും. എല്ലാം പോലീസിന്റെ അന്വേഷണത്തിന്റെ മിടുക്ക് പോലിരിക്കും. സ്വാതിയുടെ മരണവുമായിട്ട് നിനക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? അച്ഛൻ ചോദിച്ചിട്ടില്ലേ? അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയുന്നത്? ഞാനൊരു സഹായം ചോദിച്ചു, അത് നടത്തിത്തരാൻ പറ്റുമോ ഇല്ലയോ, അത് മാത്രം പറഞ്ഞാ മതി. മനസ്സിലായില്ലേ അച്ഛന്? പൊന്നു മോള് കാമുകനെ കിട്ടാൻ വേണ്ടി അയാളുടെ ഭാര്യ അങ്ങ് കൊന്നു. എന്തൊക്കെയാ വേദ ഞാൻ ഈ കേൾക്കുന്നേ? അമ്മയൊന്നും മിണ്ടാതിരിക്കെ. അച്ഛൻ പറയട്ടെ. അച്ഛനോടല്ലേ ഞാൻ സംസാരിക്കുന്നത്? സഹായിച്ച അച്ഛന് കൊള്ളാം, അല്ലെങ്കിൽ ചിലപ്പോ അകത്ത് പോകുന്നത് സ്വന്തം മോളായിരിക്കും. എന്റെ മുമ്പില് ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് അച്ഛൻ പേടിക്കണ്ട. പോലീസിന് തെളിവുകളൊന്നും കിട്ടാത്ത വിധത്തിലാ എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അതോ, അതാ രാഹുല് ഈ കേസിൽ ഇടപെട്ടതുകൊണ്ടാ. അയാള് ശ്രമിച്ചാ ചിലപ്പോ പോലീസ് വേണ്ടതിൽ കൂടുതൽ താല്പര്യം കാണിക്കും. അത് അപകടം ചെയ്യും. പോലീസ് സൈലന്റ് ആവണം, അതേ എനിക്ക് വേണ്ടു. ഒറ്റ മോളായി പോയി, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ പ്രതികരിക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മതി. ജയിലിൽ പോയി കിടക്കാനൊന്നും എനിക്കൊരു പേടിയില്ല. ഈശ്വര, എന്തൊക്കെയാ അവളീ ചെയ്യുന്നത്? കരഞ്ഞു ബഹളം വെച്ച് ആരെ അറിയിക്കണ്ട. കൊലപാതകം നടന്നത്. മിണ്ടാതിരിക്കണം. ഗണേശ, നീ ആ എസ് ഐ ഒന്ന് വിളിക്കേ. ശരി. എന്ത് ചെയ്യാനാ സാറേ? മക്കൾ ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിച്ചു വെച്ചാ തന്തമാർക്കല്ലേ അതിന്റെ ടെൻഷൻ. ഇതിപ്പോ ഒരു തടിച്ചി. നമ്മുടെ സ്വാതി, ആ മിസ്സിംഗ് കേസിലെ മറ്റേ പെണ്ണ്, എന്താ അവളുടെ പേര്? ഗൗരി. ഗൗരി. അവൾക്ക് എന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് സംശയം. സംശയമല്ല, അതാണ് സത്യം. അത് തന്നെ. രണ്ടുപേരും തമ്മിൽ നല്ല അടിയായിരുന്നു. കൂട്ടത്തിൽ കൂടാൻ എന്റെ മോളും. എന്ത് ചെയ്യാനാ? രക്ഷിച്ചെടുക്കാതിരിക്കാൻ പറ്റും. പെട്ട രണ്ടുപേരും പെടും. ഗൗരിയും പെടും, വേദയും പെടും. അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു കൂടിക്കാഴ്ചക്ക് സമയം ചോദിച്ചത്. വേണ്ടത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. വക്ക് പൊട്ടാത്ത പെടക്കണ 2000-ന്റെ എണ്ണി പെട്ടിയിൽ വെച്ച് തരും. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലടി, എവിടെയെങ്കിലും നല്ല കാര്യത്തിന് പോകുമ്പോ
ഇങ്ങനെ വന്ന് ശകുനം മുടക്കി നിൽക്കരുതെന്ന്. നിന്റെ മുഖം കണ്ടുപോയാ അതോടെ തീർന്നു അന്നത്തെ ദിവസം. ഇങ്ങനെ ചൂടാവല്ലേ, ഇന്ന് നല്ലൊരു ദിവസമല്ലേ. കാമുകിയായ ഞാനും കാമുകനായ ഗിരിയും കാണേണ്ട ദിവസം. ഹാപ്പി വാലന്റൈൻസ് ഡേ ഡിയർ. ഗിരി, അതെന്റെ ഹൃദയമായിരുന്നു. നിനക്കേ ഭ്രാന്താ, ഇതിന് ചികിത്സിക്കണം. അതിനാ ഗിരി എന്നെ കെട്ടാമോന്ന് ചോദിക്കുന്നത്. ഗിരിക്കറിയോ, ഇന്നലെ സ്വപ്നത്തില് ഫാദർ വാലന്റൈൻ എന്നെ സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താന്നറിയോ? ഗിരി എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, അതൊന്നും കണക്കിലെടുക്കരുതെന്ന്. അറിയാലോ വാലന്റൈനെ, പ്രണയത്തിന്റെ ദൈവം. പ്രണയം നിരോധിച്ച നാട്ടിൽ ആ കരിനിയമത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച പുരോഹിതൻ. വാലന്റൈൻ യുവാക്കളോട് പറഞ്ഞത് പരസ്പരം പ്രേമിക്കാനാ. രണ്ടുപേര് പ്രേമിക്കുന്നത് പോലെ മനോഹരമായൊരു കാഴ്ച വേറെ ഇല്ലെന്ന് വാലന്റൈനെ അറിയാമായിരുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഗിരി എന്റെ വാലന്റൈൻ ആകണം. നടക്കില്ല. വാലന്റൈൻ അല്ല, ഇങ്ങനെ പോയാലേ ഞാൻ നിന്റെ കാലിനവനാ പോകുന്നത്. എടി, പ്രേമത്തിന്റെ അർത്ഥം എന്താണെന്ന് വാലന്റൈന്റെ കഥ തന്നെ വായിച്ചു മനസ്സിലാക്ക്. അതെ, ഒരാൾക്കും മാത്രം തോന്നുന്ന വികാരമല്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നേണ്ട വികാരമാ. എനിക്ക് അത് നിന്നോടില്ല. അതുകൊണ്ട് മേലിൽ ഇതുപോലുള്ള കോപ്രായങ്ങളുമായിട്ട് വന്നാലുണ്ടല്ലോ, ഭാഗ്യം, തണ്ടെങ്കിലും ബാക്കിയുണ്ട്. പ്രിയപ്പെട്ട വാലന്റൈൻ, ആ പോയ ആളുടെ മനസ്സൊന്ന് മാറാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ അനുഗ്രഹിച്ചാ മതിയോ? ഒന്ന് പോടോ. ഞാൻ അനുഗ്രഹിക്കാം സിസ്റ്റർ. അനുഗ്രഹിക്കുന്നത് എനിക്ക് വല്ല ഇഷ്ടമാ. ഞാൻ അനുഗ്രഹിക്കാം. പോലെ ഞാൻ എല്ലാരും അനുഗ്രഹിക്കാനുള്ളതാ സിസ്റ്റർ. അയ്യോ, കുട്ടി അനുഗ്രഹിക്കുന്നതിന് മുമ്പ് പോയല്ലോ. കാണാനില്ലെന്നോ? എന്താ ഗൗരി നീ പറയുന്നത്? നീയും കൂടെ കണ്ടു നിൽക്കല്ലേ ഞാൻ അവളുടെ ശരീരത്തിൽ വിഷം കുത്തിവെച്ചത്? അവള് കുഴഞ്ഞു വീഴുന്നത് കണ്ടല്ലേ നമ്മൾ അവിടുന്ന് അന്ന് ഇറങ്ങിയത്? എന്നിട്ടിപ്പൊ കാണാനില്ലെന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഞാൻ കരുതിയത് വേദ ആരെങ്കിലും കൊണ്ട് അതെടുത്ത് മാറ്റിക്കാണുന്നാ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇനി അന്ന് വിളിച്ചു വരുത്തിയമാര് ചെയ്തതായിരിക്കോ? എന്നോട് ചോദിക്കാതെയോ? ഒരിക്കലുമില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അതെങ്ങനെ എനിക്കറിയാം? അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി കാണുന്നുള്ള കാര്യം ഉറപ്പാ. ഉഗ്രശക്തിയുള്ള വിഷമല്ലേ കുത്തിവെച്ചത്? 1 മണിക്കൂറിനുള്ളിൽ മരിക്കുന്നല്ലേ മരുന്ന് തന്ന ആള് വേദയോട് പറഞ്ഞത്? അതെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേദ. ഇനി വേറെ ആരെങ്കിലും ചെന്ന് സ്വാതിയെ രക്ഷിച്ചു കാണുമോ? അങ്ങനെയാണെങ്കിൽ അവള് വീട്ടിലേക്ക് വരണ്ടേ? ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. പോലീസുകാര് ആശുപത്രികൾ മുഴുവൻ അരിച്ചു പറക്കി. അവിടെ എങ്ങും അവൾ അഡ്മിറ്റ് ആയിട്ടില്ല. പിന്നെ അവൾ എവിടെ? സത്യം പറ, എന്നെ പറ്റിക്കാൻ വേണ്ടിയല്ലേ വേദ നടന്നതൊന്നും പറയാത്തത്? പോലീസ് പിടിച്ച ഞാനെല്ലാം തുറന്നു പറയുന്നു വേദ പേടിക്കുന്നു. അതുകൊണ്ടല്ലേ ആ ബോഡി മറവ് ചെയ്തത് എന്നോടൊപ്പം മറച്ചു വെക്കുന്നത്? ഇല്ലെന്നേ. കൊല്ലാൻ നിന്നെ കൂട്ടു വിളിക്കാമെങ്കിൽ ബോഡി മറവ് ചെയ്തത് പറയാനാണോ വിഷമം? അയ്യോ അപ്പി, എന്തിനു പറ്റി? അയ്യോ, തുള്ളപ്പനി പിടിച്ചാ?
അയ്യോ വാ ഗൗരിയാ. ഈ ചേച്ചി ഇരിക്കണ ഇരിപ്പുണ്ട്. എന്തിനോ കണ്ട് പേടിച്ചതാണ് കേട്ടോ. എന്ത് പറ്റി ഗൗരി? കണ്ടു, വീണ്ടും ഞാൻ അവളെ കണ്ടു. ആരെ? പ്രേതത്തെ. അവൾ എന്റെ പുറകെ തന്നെ ഉണ്ട് വല്യമ്മേ. ഇനി അവളെന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. നല്ല പനിയുണ്ട്, അതായി പിച്ചും പേയും പറയുന്നത്. അയ്യോ, പിച്ചും പേയും അല്ല, കണ്ട കാര്യ പറയുന്നത്. അവളുടെ ആത്മാവ് ഈ വീട്ടിനുള്ളിൽ എവിടെയുണ്ട്. വല്യമ്മേ, അവൾ ഈ വീട്ടിനെ നശിപ്പിക്കും. എന്ത് വിട്ടിട്ടാ നീ പറയുന്നേ? അങ്ങനെ ഒരു ആത്മാവ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളും കൂടിയൊക്കെ കാണണ്ടേ? ഓ അതെന്നെ. അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടെന്നുള്ളത് സത്യമല്ലമ്മേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു നുണ പറയുന്നേ? അതും ഈ കാര്യത്തില് എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗൗരിക്ക് നല്ല പനിയുണ്ട്. ഇന്നലെ രാത്രി വീണ്ടും കണ്ടു എന്നാ പറയുന്നത്. ഡോക്ടറെ കാണിക്കണം. ഇത് ഉള്ളി പേടി തട്ടിട്ടാ. മരുന്ന് കഴിച്ചാ പനി മാറിക്കോളും. അയ്യോ, പനിയല്ല ഇപ്പൊ എന്റെ പ്രശ്നം. പനി വരും പോവും. പക്ഷെ പ്രേതം അങ്ങനെയല്ല. പ്രേതം പിന്നെ എങ്ങനെ ഇരിക്കാം? ഒരൊറ്റ കുത്തു ഞാൻ വെച്ചേരും. നീലേ, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. തെളിച്ചു പറ, എന്നാലേ മനസ്സിലാവൂ. എന്നെ രക്ഷിക്കണം. ഞാനെങ്ങനെ രക്ഷിക്കാനാ? അല്ലെങ്കിൽ ആ പ്രേതം എന്നെ കൊല്ലും. സത്യം പറ, സ്വാതിയുടെ കാണാതായാലുമായിട്ട് നിനക്ക് ശരിക്കും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. എന്നിട്ട് വേണം എല്ലാവരും കൂടെ എന്റെ തലയിൽ കയറാൻ. രാഹുൽ എന്നെ കൊല്ലുന്നു പറഞ്ഞപ്പോ ഞാനൊരു കള്ളക്കഥ പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടി. അതൊന്നും വിശ്വസിക്കണ്ട. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? തന്നെയല്ല, പ്രേതത്തെ കണ്ടു എന്നല്ലാതെ പ്രേതം നിന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, പ്രേതം അവസാനിച്ച് ഉപദ്രവിക്കോ? രണ്ടു പല്ലും നീട്ടി കഴുത്തിന്ന് രക്തം കുടിക്കും. അതോടെ തീരും. വല്യമ്മേ, ഈ കുരിശിനെ ഞാൻ അതിനു മുമ്പേ കൊല്ലും. വിളിച്ചിട്ട് പോയോളെ. നീ റെഡിയാവോ? ഡോക്ടറെ കാണാൻ പോ. ഞാൻ പൊയ്ക്കോളാം, എന്റെ കൂടെ ആരും വരണ്ട. എങ്കിൽ വേഗം പൊയ്ക്കോ. മരുന്ന് കഴിക്കുമ്പോ ആശ്വാസം തോന്നും. ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. നന്നായി. അയ്യോ ഏട്ടാ, മാറ്. സ്വാതി, എന്താ നീ കാണിച്ചത്? അല്ലെങ്കിൽ ആ വെട്ടെന്റെ ഏട്ടന് കൊണ്ടുവന്ന്. എന്തിനാ കണ്ണു നിറഞ്ഞത്? വെറുതെ. കരയാതെ കഴിക്ക്. സത്യം പറഞ്ഞ ഞാൻ നീലിന്റെ വലിയൊരു ഫാനാ. എന്താ കാര്യം എന്നറിയോ? എന്റെ ഏതെങ്കിലും പെർഫോമൻസ് കണ്ടു കാണും. ഏയ്, അതൊന്നുമല്ല. ഓ, വേദ, ഞാനെത്തി. ഇപ്പഴാ ശ്വാസം നേരെ വീണത്. ഏയ്, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
ഞാൻ വിളിച്ചോളാം. ശരി. ഞാനിവിടെ വരില്ല എന്ന് വിചാരിച്ചു അല്ലേ? ഇതാര് ഹോട്ടൽ മുറി പോയി താമസിക്കാൻ പോന്നു പറഞ്ഞിട്ട്? അവിടെ രക്ഷയില്ല വല്യമ്മേ, അവിടെ വന്നു പ്രേതം. ഗിരി, നീ ഇത് കേട്ടോ? പ്രേതം ഹോട്ടൽ മുറിയിലും വന്നെന്ന്. ഇതേ ചികിത്സിക്കാതെ പറ്റില്ല വല്യമ്മേ. സൈക്കിക് പ്രോബ്ലം ആണ്. മുഴുവട്ടാവുന്നതിന് മുൻപേ മരുന്ന് കഴിക്കണം. അല്ലെങ്കിൽ തലയിൽ ഇത്തിരി നെല്ലിക്കത്തളം വെച്ചാലും മതി. അതെ, നിന്റെ സ്വന്തം തലയിലിങ്ങ് വെച്ചാ മതി. എനിക്കൊരു മാനസിക പ്രശ്നമില്ല. പിന്നെ പ്രേതത്തെ കാണുന്നതാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എവിടെ പോയാലും പ്രേതന്റെ കൂടെയുള്ള സ്ഥിതിക്ക് ഞാൻ ഇനി വീട് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. നീലേ, ഇനി നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ പറ്റൂ. നീലേ പ്രേതത്തിനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ഉപദ്രവിക്കല്ലേന്ന്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ചിരിക്കാൻ തോന്നുന്നേ? ഞാൻ അനുഭവിക്കുന്ന പ്രയാസം ഒരുപോലെ കണ്ണടച്ചിട്ട് ദിവസം എത്രയെന്ന് അറിയോ? നിനക്ക് മാത്രം അത്തരൊരവസ്ഥ എങ്ങനെയുണ്ടായി? ഞങ്ങളെ ഒരു പ്രേതവും ശല്യപ്പെടുത്തുന്നില്ലല്ലോ. പ്രേതത്തിന് എന്നെ മതിയായിരിക്കുന്നീലേ. ദുർമരണമല്ലേ നടന്നത്. നമുക്ക് ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യണം. അതിന് സ്വാതി മരിച്ചൊന്നും ഉറപ്പില്ലല്ലോ. അത് പിന്നെ ഉറപ്പില്ല. എങ്കിലും പ്രേതമായിട്ട് വന്ന സ്ഥിതിക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. ഞങ്ങൾ ആരും ഏട്ടത്തി മരിച്ചൊന്ന് കരുതുന്നില്ല. അതെ, ഇന്നല്ലെങ്കിൽ നാളെ അവള് തിരിച്ചു വരും. അപ്പൊ എന്റെ മുന്നിൽ വരുന്ന ആത്മാവോ? അത് നിന്റെ തോന്നല, മതിഭ്രമം. ഞങ്ങളാരും കാണാത്ത സ്ഥിതിക്ക് നീ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീലേ, നീയും എന്നെ കൈവിടുവാണോ? നീ റെസ്റ്റ് ചെയ്യ്. ഉറക്കമില്ലെന്നല്ലേ പറഞ്ഞത്? നന്നായിട്ടൊന്ന് ഉറങ്ങിയാ എല്ലാ പ്രശ്നങ്ങളും തീരും. സൂക്ഷിച്ച മോളെ, പ്രേതം ശരീരത്തിൽ കൂടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നീ പോടാ അവിടുന്ന്. മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാതെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ.